ഹലോ ഗെയ്സ്, നമുക്കെല്ലാവർക്കും നേഴ്സുമാർക്കെല്ലാവർക്കും എല്ലാവർക്കും മിക്കവർക്കും ഗൾഫിൽ പോകുന്നതിന് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ HR ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എൻ്റെ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. പൂർണ്ണമായും ഞാൻ അറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കി എൻ്റെ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്. ആദ്യമായി നമ്മുടെ നേഴ്സുമാർക്ക് എല്ലാവരും ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന സൗദി എന്ന ഗൾഫ് കൺട്രിയിലേക്കാണ്. അവിടെ മസ്റ്റായിട്ടും HR വേണ്ടതാണ്. HR എന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ നമ്മൾ നേഴ്സിംഗ് ആണോ, BSc ആണോ, GNM ആണോ, നമ്മൾ എന്ത് പഠിച്ചാലും അതിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ ചുമന്ന സീല്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് ഇതിൻ്റെ ഇത്. ഏത് സ്റ്റേറ്റിലാണോ പഠിച്ചത് ആ സ്റ്റേറ്റിലെ ചുമന്ന സീൽ അടിക്കുകയാണ് ഇതിൻ്റെ HR എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ നേഴ്സിംഗ് പഠിച്ചവർ നമ്മൾ ആദ്യം അക്ഷയയിൽ പോയിട്ട് നോർക്കയാണ് നമുക്ക് HR അറ്റസ്റ്റേഷൻ ചെയ്ത് തരുന്നത്. പല സ്റ്റേറ്റിലും പല ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ നോർക്കയിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. നോർക്കയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോൾ രാവിലെ പോവുക, രാവിലെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാമായിട്ട് പോവുക, പാസ്പോർട്ട്, നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പോവുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു നമ്പർ കിട്ടിക്കാണും. അവിടെ ചെല്ലുക, നമ്മളെ അവർ വിളിക്കും, നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. ഒരു പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കേണ്ടി വരും. അത് അക്ഷയയിലാണ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്കാണ് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടുക. ഇത് അപ്പം തന്നെ നമുക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എന്നാണോ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആ ദിവസം തന്നെ നമുക്ക് കേരളത്തിൽ HR നമുക്ക് നോർക്കയിൽ തന്നെ നമുക്ക് ചെയ്തു തരും. നോർക്കയിൽ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ HR ചെയ്ത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ HR സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് സൗദിയിലുള്ള എംബസി അറ്റസ്റ്റേഷൻ, സൗദിയിലേക്കാണ് പോകുന്നത്, സൗദി എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സൗദിക്ക് മാത്രമാണ് HR ചെയ്ത് കഴിഞ്ഞിട്ട് എംബസി ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ദുബായിലൊക്കെ പോവുകയാണെങ്കിൽ HR ആവശ്യകതയില്ല. പിന്നെ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിച്ചവർക്കാണെങ്കിൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് 1 മാസം എടുക്കും. അവിടുത്തെ വിധാൻ സൗദിയിലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് HR ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റ് പോയി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. ഏജൻസികൾ ഒരു 6,000-6,500 വാങ്ങിച്ചുകൊണ്ട് നമുക്ക് 1 മന്തിനുള്ളിൽ നമുക്ക് ബാംഗ്ലൂരിൽ പഠിച്ചവർക്കാണെങ്കിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിച്ചവർക്കാണെങ്കിൽ ആ ഒരു HR 1 മന്തിനുള്ളിൽ, 1 മന്ത് മിനിമം 1 മന്ത് എടുക്കും. സം ടൈംസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് 1 മന്ത് 2 മന്തൊക്കെ എടുക്കുക. 1 മന്തിനുള്ളിൽ HR ചെയ്ത് കിട്ടും. പിന്നെ ആന്ധ്രയിലാണെങ്കിൽ ആന്ധ്രയിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അവരൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിന് ഏജൻസികളുണ്ട്. അപ്പോൾ ആന്ധ്രയ്ക്കാണെങ്കിൽ നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അവർക്ക് അയച്ചു കൊടുക്കും. ആന്ധ്രയിലെ ഏജൻസിക്ക് അയച്ചു കൊടുക്കുക. അവർ പോയി അത് ചെയ്തു തരും. അതിനൊരു തുച്ഛമായ പൈസ അവർ വാങ്ങും. 6,500-7,500. ആന്ധ്ര തെലുങ്കാനയും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. തമിഴ്നാട് ആണെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ്. തമിഴ്നാട്ടിലെ MGR യൂണിവേഴ്സിറ്റിയിൽ പോവുക, HR ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഇപ്പം ഈ 3 സ്റ്റേറ്റിലാണ് നമ്മൾ കേരളത്തിലെ നേഴ്സുമാർ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 സ്റ്റേറ്റിലെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പം ബാക്കി ബോംബെ, ഡൽഹി അങ്ങനെ കുറവാണല്ലോ അവിടെയൊക്കെ നേഴ്സുമാർ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ പഠിക്കുന്നത്. അപ്പം അതെന്തോ ചെയ്യാമെന്ന് വെച്ചാൽ പഠിച്ച് ഇറങ്ങി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ HR ചെയ്യാൻ നോക്കുക. അതാണ് ബെറ്റർ ഓപ്ഷൻ. അല്ലാതെ ജോലി കിട്ടാൻ വരെ ഇപ്പോൾ ഒരു സൗദി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ നോക്കി നിൽക്കുന്നത് അത്ര നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. ഇപ്പോൾ സൗദി ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് സൗദിക്കാണ്. സൗദി പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ എല്ലാം 2 കൊല്ലം എക്സ്പീരിയൻസ് എടുത്തവരൊക്കെ പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റും. അപ്പം അവർ ആദ്യം ചോദിക്കുന്ന HR ഉണ്ട്. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സിന് വേണ്ടി HR വേണം. അപ്പം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ HR ചെയ്ത് വെക്കുകയാണ്. അതാണ് എല്ലാ നേഴ്സുമാരും ചെയ്യേണ്ടത്. ഇത് നമ്മൾ നേഴ്സുമാർക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ നേഴ്സുമാരുടെ കാര്യം പറയുന്നത്. പക്ഷേ ബാക്കി ഇപ്പം
ബാക്കി എന്താ എൻജിനീയേഴ്സിനായാലും ബാക്കിയുള്ളവർക്കും അത്ര ഇതിൻ്റെ ഒന്നും കാര്യമില്ല. പക്ഷേ നമ്മുടെ നേഴ്സുമാർക്ക് ഇത് അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.